ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഭിന്നസംഖ്യകൾ. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ ഫ്രാക്ഷൻസ്. മാത്തമാറ്റിക്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, നോമിനേറ്ററും ഡിനോമിനേറ്ററും. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അംശം ഛേദമൊക്കെ ഉള്ള നമ്പേഴ്സ് 1/2, 4/5, 3/4 ഇത്തരത്തിലുള്ള നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. നമ്മളതിനെ പരസ്പരം ആഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, മൈനസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്, ഇൻഡ്യൂസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ റീകളക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹയർ സെക്കൻഡറി +2 അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് നമുക്ക് ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാൽക്കുലേഷൻ വരുന്നത് ഇത്തരത്തിലുള്ള ഫ്രാക്ഷൻസ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് പലർക്കും ഇതിൻ്റെ ഈ ബേസിക് ആയിട്ടുള്ള ഫ്രാക്ഷൻസിൻ്റെ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനൊന്നും അറിയാത്തൊരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു ബേസിക് എന്നുള്ള പോലെ ഈ ഒരു ടോപ്പിക്ക് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫ്രാക്ഷൻസിനെ കുറിച്ചിട്ടുള്ളൊരു ഡീറ്റെയിൽഡ് ക്ലാസ് അല്ലെങ്കിൽ മാത്സ് പഠിക്കുക എന്നുള്ള ഉദ്ദേശത്തിലുള്ളതല്ല. ഇത് ഈ ഒരു ക്ലാസ്സിന് അക്കൗണ്ടൻസി സാക്രിഫൈസിങ് റേഷ്യോ, ന്യൂ റേഷ്യോ ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ബേസിക്കായിട്ട് അത് ചെയ്യേണ്ട കാൽക്കുലേഷൻസ് ചെയ്യാനുള്ള കുറച്ച് ബേസിക്സ് അറിയാം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഓൾറെഡി എന്താണ് ഭിന്നസംഖ്യകൾ എന്നറിയാം അല്ലേ. ഒരു അംശം ഉണ്ടായിരിക്കും, ഒരു ഛേദം ഉണ്ടായിരിക്കും. അതായത് ഒരു നോമിനേറ്ററും ഡിനോമിനേറ്ററും, മുകളിലൊരു നമ്പറും താഴെ ഒരു നമ്പറും അല്ലേ. മുകളിലുള്ള നമ്പറിനെയാണ് നമ്മൾ നോമിനേറ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അംശം. താഴെയുള്ള നമ്പറിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ടു ആഡ് ഫ്രാക്ഷൻ നമ്പേഴ്സ്. ഭിന്നസംഖ്യകൾ പരസ്പരം കൂട്ടാൻ, ഭിന്നസംഖ്യകൾ നമുക്ക് പരസ്പരം കൂട്ടാൻ വേണ്ടിയിട്ട്, ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കേസ് വരുന്നുണ്ട്. ഫസ്റ്റ് കേസ് എന്താണെന്ന് വെച്ചാൽ, ഡിനോമിനേറ്റർ അതായത് ഛേദങ്ങൾ ഒരേ സംഖ്യ ആയാൽ, ഡിനോമിനേറ്റർ നമുക്ക് ആഡ് ചെയ്യേണ്ട രണ്ട് ഭിന്നസംഖ്യയുടെയും, അതായത് രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഒരേ സംഖ്യ ആണെങ്കിൽ എന്ത് ചെയ്യാം? അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിന് ഒന്നും ചെയ്യേണ്ട, അത് തന്നെ എഴുതുക. പകരം നോമിനേറ്ററിനെ മാത്രം പരസ്പരം ആഡ് ചെയ്താൽ മതി. ഓക്കെ. അതായത് ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഒരേ സംഖ്യ ആയാൽ നോമിനേറ്റർ, അതായത് അംശങ്ങൾ തമ്മിൽ കൂട്ടിയാൽ മതി. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 1/4 + 1/4. അപ്പോൾ ഇതിൻ്റെ ഡിനോമിനേറ്റർ നോമിനേറ്റർ ഒക്കെ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഡിനോമിനേറ്റർ സെയിം ആണ്, അതിനാണ് പ്രസക്തി. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ ഏതാണ്? 4 അല്ലേ. രണ്ടിലും 4. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത്തരത്തിൽ ഡിനോമിനേറ്റർ 4 വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസറിലും ഡിനോമിനേറ്റർ 4 ആയിരിക്കും. ഓക്കെ. ഇനി നോമിനേറ്റർ എന്താണ്? ഈ 1 + 1 2, ഇത്ര ചെയ്താൽ മതി. ഇതിനെയാണ് നമ്മൾ ഡിനോമിനേറ്ററുകൾ രണ്ടും സെയിം ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. അതായത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയതുകൊണ്ട് 4 തന്നെയായിരിക്കും ആൻസറിൻ്റെ ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ അതായത് അംശം, മുകളിലുള്ള നമ്പേഴ്സ് പരസ്പരം ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ആൻസർ എന്ത് വന്നു? 2/4. ക്ലിയർ ആയിട്ടുണ്ടോ? വളരെ എളുപ്പമാണ് അല്ലേ. ഡിനോമിനേറ്റർ സെയിം ആയിട്ട് തന്നു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 2/5 + 1/5. ഇവിടെ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് അല്ലേ, 5 ആണ്. അപ്പോൾ എന്താണ് ആൻസർ വരിക? മുകളിലുള്ള ഈ 2 + 1 ചെയ്താൽ മതി അല്ലേ. അപ്പോൾ ആൻസർ എന്ത് വരും? 3/5. വളരെ എളുപ്പമുള്ളൊരു ഭാഗമാണ് അല്ലേ. ഇനി ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണെങ്കിൽ. എപ്പോഴും നമുക്കിതുപോലെ ഡിനോമിനേറ്റർ സെയിം ആയിട്ട് വരുമോ? ഇല്ല, എപ്പോഴൊന്നും ഇങ്ങനെ വരില്ല. വളരെ അപൂർവമായിട്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ വരിക. ഇനി ഇൻ കേസ് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, വ്യത്യസ്തമായിട്ടുള്ള നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? ഡിനോമിനേറ്റർ വ്യത്യസ്തമാകുമ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരുപോലെ ആക്കിയതിന് ശേഷമോ ഭിന്നസംഖ്യകൾ തമ്മിൽ കൂട്ടാവുന്നതാണ്. ഓക്കെ. അതായത് ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, വ്യത്യസ്ത നമ്പറുകളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് വഴി ചെയ്യാം. ഒന്നില്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, അതല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. ഡിനോമിനേറ്ററുകൾ സെയിം ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്താൽ പോരെ, അത് ജസ്റ്റ് ആഡ് ചെയ്താൽ പോരെ. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഈ രണ്ട് മെത്തേഡിൽ ചെയ്താലും ആൻസർ ഒരേപോലെയാണ് വരിക. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം തോന്നുന്നത് ഏതാണോ അത് മനസ്സിലാക്കി വയ്ക്കുക.
ഫസ്റ്റ് ഒരു ചോദ്യമുണ്ട്, 1/5 പ്ലസ് 2/4. 1/5 + 2/4 ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെൻ്റ് അല്ലേ? 5ഉം 4ഉം ആണ് അല്ലേ? അപ്പം ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആദ്യം എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നോക്കാം, ഇതിനൊരു ഓർഡർ ഉണ്ട്, നിങ്ങൾ ആ ഓർഡറിൽ തന്നെ ശ്രദ്ധിച്ച് വയ്ക്കുക കേട്ടോ. 1 × 4 1 × 4 പ്ലസ് 2 × 5 2 × 5 ഓൾ ഡിവൈഡഡ് ബൈ 5 × 4. ഇതാണ് അതിൻ്റെ ഓർഡർ. നമ്മളിങ്ങനെ പറയില്ലേ, ഇങ്ങനെ ക്രോസ് വരയ്ക്കുക, ഇങ്ങനെ അല്ലേ? അത്രയേ ഉള്ളൂ. ക്രോസ് വരയ്ക്കുക, എന്നിട്ട് താഴെ എഴുതുക. ആ ഒരു ഇത് ഓർത്താൽ മതി. ക്രോസ് വരച്ചിട്ട് ക്രോസ് വരയ്ക്കുക, താഴെ ഒരു ഓപ്ഷൻ, അതായത് 1 × 4 പ്ലസ് 2 × 5 ബൈ 5 × 4. അപ്പം ആൻസർ എന്ത് വരും? 1 × 4 4 പ്ലസ് 2 × 5 10 പ്ലസ് ഓൾ ഡിവൈഡഡ് ബൈ 5 × 4 20. അപ്പം എന്തായി? 14/20. ക്ലിയർ ആയോ? ഇത് തന്നെയാണ്, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. നമുക്കൊന്ന് സൊല്യൂഷൻ നോക്കാം. ക്രോസ് ചെയ്യാൻ പഠിക്കുക. 1 × 4 പ്ലസ് 2 × 5. അപ്പോൾ എന്തായി? 4 + 10 ഓൾ ഡിവൈഡഡ് ബൈ 20, അതായത് 14/20. ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ, ക്രോസ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ക്ലിയർ ആയിട്ടുണ്ടോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ 1/6 1/2 പ്ലസ് 2/6 1/2 പ്ലസ് 2/6. എന്ത് ചെയ്യുക? ക്രോസ് ചെയ്യുക അല്ലേ? 1 × 6 6, 2 × 2 4, 6 + 4 ഓൾ ഡിവൈഡഡ് ബൈ 2 × 6 12. അപ്പോൾ എന്തായി? 6 + 4 10, 12 അങ്ങനെ തന്നെ അല്ലേ? 10/12. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ഇതിന് ഏറ്റവും ചെറിയ രൂപത്തിൽ, നമ്മളെപ്പോഴും ഫ്രാക്ഷൻസിന് ഏറ്റവും ഷോർട്ടാക്കിയിട്ട് പറയാനാണ് അല്ലേ? ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളതിനെ ചെറുതാക്കുക, നമ്മൾ വെട്ടിച്ചെറുതാക്കുക എന്നൊക്കെ പറയില്ലേ? 10ൽ എത്ര 2 ഉണ്ട്? 5. 12ൽ എത്ര 2 ഉണ്ട്? 6. ദെൻ 5/6. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിനെയാണ് നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആ ഓർഡർ ഓർത്ത് വയ്ക്കുക. ക്രോസ് ചെയ്യുക, ഇങ്ങനെ ഒരു ക്രോസ് താഴെ ഒരു വരാം അല്ലേ? ഓക്കെ, ഇത് നമുക്ക് നോക്കാനുള്ളത് ഡിനോമിനേറ്റർ വ്യത്യസ്തമാക്കുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ വഴി ചെയ്യാമെന്ന് പറഞ്ഞു. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ തന്നിട്ടുള്ള നമ്പേഴ്സിൽ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. സെയിം ആക്കിയതിന് ശേഷം ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് നോക്കാം. ഇവിടെ 1/2 പ്ലസ് 2/6 നമ്മൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിളാണ് അല്ലേ? ഇവിടെ 2ഉം 6ഉം ആണ് ഡിനോമിനേറ്റർ. നമ്മൾ എന്ത് ചെയ്യുക? ഈ ഡിനോമിനേറ്റേഴ്സിനെ രണ്ടിനെയും സെയിം ആക്കുക. അതായത് ഈ 2നെ 6 ആക്കാം അല്ലേ? 2നെ 6 ആക്കിക്കൂടെ? 2നെ എങ്ങനെ 6 ആക്കുക? 2 × 3 ചെയ്താൽ 6 ആവും അല്ലേ? 2 × 3 ചെയ്താൽ 6 ആവും. ഇതിനെയാണ് നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു നമ്പറിനെ, ഒരു ഡിനോമിനേറ്ററിന് എന്ത് നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും നോമിനേറ്ററിനെ നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മൾ 2നെ 6 ആക്കാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ അതേ 3 കൊണ്ട് 1നെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമ്മൾ നോക്കാം. 1/2നെ നമ്മൾ എന്ത് ചെയ്യുക? 3 കൊണ്ട് ഇൻറ്റു ചെയ്യുക. നോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യണം, ഡിനോമിനേറ്ററിനെയും ഇൻറ്റു ചെയ്യണം. അപ്പോൾ എന്തായി? 3/6 ഓക്കെ. അപ്പം 3/6 പ്ലസ് 2/6. ഇപ്പോൾ എന്തായി? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയി. അപ്പോൾ നമുക്കറിയാം അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഡിനോമിനേറ്റർ തന്നെ എഴുതുക, ദെൻ നോമിനേറ്ററുകൾ പരസ്പരം ആഡ് ചെയ്താൽ മതി. 5/6 3 + 2 ദെൻ ഓൾ ഡിവൈഡഡ് ബൈ 5/6. ക്ലിയർ ആയിട്ടുണ്ടോ? ഇത് തന്നെയല്ലേ നമ്മൾ ഇതിന് മുന്നേ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് അല്ലേ? നമുക്ക് 5/6 അല്ലേ? ഇത് തന്നെയാണ് 1/2 പ്ലസ് 2/6. നമ്മുടെ ഫൈനൽ ആൻസർ എന്തായിരുന്നു? 5/6. ഇത് തന്നെയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോഴും കിട്ടിയത്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിനോമിനേറ്റർ സെയിം ആക്കി ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊന്ന് സൊല്യൂഷൻ ഒന്നും കൂടെ നോക്കാം. ഇവിടെ നമ്മൾ ആ 2നെ 6 ആക്കാൻ വേണ്ടി 3 കൊണ്ട് ഇൻറ്റു ചെയ്തു. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ മാത്രമല്ല നോമിനേറ്ററിനെ ഇൻറ്റു ചെയ്യുക. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്തായി മാറി? 3/6 പ്ലസ്
2/6 ഈക്വൽസ് 3 + 2 5 ഡിവൈഡഡ് ബൈ 6 5/6. ക്ലിയർ ആയിട്ടുണ്ടോ? ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാൻ പഠിച്ചു അല്ലേ? ഡിനോമിനേറ്റർ സെയിം ആയി വന്നാൽ എങ്ങനെയാണെന്നും പഠിച്ചു, ഡിനോമിനേറ്റർ ഡിഫറെൻ്റ് ആയി വന്നാൽ എങ്ങനെയാണെന്ന് പഠിച്ചു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ ആൻസറും കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ചെയ്ത് നോക്കി നിങ്ങൾക്ക് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എല്ലാതും ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് മൈനസ് ചെയ്യാനും പഠിക്കണ്ടേ. ഈ മൈനസ് ചെയ്യാൻ പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം ആഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അതേ മെത്തേഡ് തന്നെയാണ്, സെയിം പോലെ തന്നെയാണ്. അവിടെ ആഡ് ചെയ്യേണ്ട സ്ഥാനത്ത് ഇവിടെ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. നമുക്ക് നോക്കാം ഭിന്നസംഖ്യകൾ എങ്ങനെയാണ് കുറയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ അവിടുത്തെ പോലെ തന്നെ 2 കേസ് തന്നെയാണ്. ഡിനോമിനേറ്റർ ഛേദങ്ങൾ ഒരേ സംഖ്യ ആണെങ്കിൽ എങ്ങനെയാണ് മൈനസ് ചെയ്യാൻ നോക്കാം. ഒരു എക്സാമ്പിൾ ഉണ്ട്, 3/4 - 1/4. ഇവിടെ എന്താണ് ഡിനോമിനേറ്റർ 2ഉം 4 അല്ലേ? അപ്പോൾ ആൻസറിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 4. ആൻസറിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 3 - 1 2. ഓക്കെ, ഇത്രേ ഉള്ളൂ. നമ്മൾ ആഡ് ചെയ്ത് അതേപോലെ തന്നെ, പക്ഷെ ആ സ്ഥാനങ്ങളിൽ ഇവിടെ മൈനസ് ചെയ്യണം എന്ന് മാത്രം. സൊല്യൂഷൻ നോക്കാം. 3/4 - 1/4 3 - 1 ഓൾ ഡിവൈഡഡ് ബൈ 4 2/4. ക്ലിയർ ആയോ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. 7/10 - 1/10. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ എന്താണ്? 10 ആണ്. രണ്ടിലും സെയിം ആണ് അല്ലേ? അപ്പോൾ ആൻസറിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 10 ആയിരിക്കും. ആൻസറിൻ്റെ നോമിനേറ്റർ എന്തായിരിക്കും? 7 - 1 6 6/10 6/10. ക്ലിയർ ആയോ? ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലേ? ഇനി ഇതിൽ നമുക്ക് രണ്ടാമത്തെ കേസ് ഉണ്ട്, അതായത് നമുക്ക് എപ്പോഴും ഡിനോമിനേറ്റർ സെയിം ആവില്ലല്ലോ, വ്യത്യസ്തമാകുമ്പോൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കാം. 1/2 - 1/8. ഓക്കെ, ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെന്താ പഠിച്ചത്? ക്രോസ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇവിടെയും ആ ക്രോസ് തന്നെയാണ്. 1 × 8 1 × 8 മൈനസ്, ഇവിടെ മൈനസ് ആണ് അല്ലേ? 1 × 2 ഓൾ ഡിവൈഡഡ് ബൈ 2 × 8. ആൻസർ എന്ത് വന്നു? 8 - 2/16. 8 - 2 എത്രയാണ്? 6 6/16. ക്ലിയർ ആയോ? നമുക്കൊന്ന് സൊല്യൂഷൻ നോക്കാം അല്ലേ? എട്ട് മൈനസ് 2/16 ക്രോസ് ചെയ്തപ്പോൾ കിട്ടിയതാണ്. 1 × 8 8 1 × 2 2 ഓൾ ഡിവൈഡഡ് ബൈ 2 × 8 16. അപ്പോൾ 8 - 2 6 16 അങ്ങനെ തന്നെ 6/16. ഇത് നമ്മൾ ഷോർട്ടസ്റ്റ് ഫോമിലാക്കാൻ വേണ്ടി വെട്ടി ചെറുതാക്കിയിട്ടുള്ളതാണ്. 3/8 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ആഡ് ചെയ്യാൻ പഠിച്ച അതേപോലെ തന്നെയാണ്. ഇവിടെ സിമ്പിൾ മാറും, അതായത് ആഡ് ചെയ്യുന്നതിന് പകരം ഇവിടെ മൈനസ് ചെയ്യാം, അത്രമാത്രം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. 1/2 - 1/8 നമ്മൾ ഓൾറെഡി ചെയ്തതാണ് അല്ലേ? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡിനോമിനേറ്ററിനെ സെയിം ആക്കിയിട്ടും ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്തില്ലേ, അതേപോലെ തന്നെ ഡിനോമിനേറ്ററിനെ സെയിം ആക്കാം. ഇവിടെ ഈ 2നെ 8 ആക്കാൻ പറ്റില്ലേ? 2നെ 8 ആക്കാൻ പറ്റില്ലേ? 2 എന്ന് പറയുന്ന നമ്പറിനെ 8 ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 4 അല്ലേ? അപ്പോൾ 1/2 ഇൻറ്റു നോമിനേറ്ററിനെ 4 കൊണ്ട് ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്ററിന് ചെയ്യുക. അപ്പോൾ 4/8 എന്താണ്? 4/8. ക്ലിയർ ആയോ? അപ്പോൾ 4/8 മൈനസ് 1/8. അപ്പോൾ ഡിനോമിനേറ്റർ രണ്ടും സെയിം ആയില്ലേ? അപ്പോൾ ആൻസറിൻ്റെ ഡിനോമിനേറ്ററും 8 ആയിരിക്കും. അപ്പോൾ നോമിനേറ്റർ എന്തായിരിക്കും? 4 - 1 3 3/8. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ ചെയ്തപ്പോഴും കിട്ടിയത്? ഓക്കെ, 3/8. ഓക്കെ, നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്, നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യുന്നു എന്ന് മാത്രം. പിന്നെ നോമിനേറ്ററിനെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് 3/8 കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, സൊല്യൂഷൻസും ആഡ് ചെയ്തിട്ടുണ്ട്.
നിങ്ങൾ ചെയ്ത് നോക്കുക, വെരിഫൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്യാനും മൈനസ് ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് അറിയേണ്ടതാണ് എങ്ങനെയാണ് ഫ്രാക്ഷൻസ് ഇൻറ്റു ചെയ്യുക. ഏറ്റവും എളുപ്പം ഇൻറ്റു ചെയ്യാനാണ് സത്യം പറഞ്ഞാൽ. ഡിനോമിനേറ്ററുകളും നോമിനേറ്ററുകളും പരസ്പരം ഇൻറ്റു ചെയ്താൽ മതി. രണ്ട് ഫ്രാക്ഷൻ നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററും നോമിനേറ്ററും പരസ്പരം ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. നമുക്കൊരു സൊല്യൂഷൻ നോക്കിയാലോ. 1/4 ഇൻറ്റു 1/4. ഇവിടെ എന്താണ്, ഡിനോമിനേറ്ററും നോമിനേറ്ററും സെയിം ആണ് അല്ലേ. നമുക്ക് ഡിനോമിനേറ്ററിനെയാണ് പരിഗണിക്കേണ്ടത്. അപ്പോൾ 4 ഇൻറ്റു 4 16, 1 ഇൻറ്റു 1 1. അത് സെയിം ആണെങ്കിലും അല്ലെങ്കിലും എല്ലാം നമ്മൾ എന്താ ചെയ്യുക, പരസ്പരം ഇൻറ്റു ചെയ്യുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ. 4/5 ഇൻറ്റു 2/7. അപ്പോൾ എന്ത് ചെയ്യുക, 4 ഇൻറ്റു 2 8, 5 ഇൻറ്റു 7 35. ജസ്റ്റ് നേരെ നോമിനേറ്ററുകൾ പരസ്പരം ഇൻറ്റു ചെയ്യുക, ഡിനോമിനേറ്ററുകൾ പരസ്പരം ഇൻറ്റു ചെയ്യുക. വേറെ ഒരു ബുദ്ധിമുട്ടും അതിലില്ല. നോമിനേറ്ററുകൾ പരസ്പരം ഇൻറ്റു ചെയ്യുന്നു, ഡിനോമിനേറ്ററുകൾ പരസ്പരം ഇൻറ്റു ചെയ്യുന്നു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. 1/3 ഇൻറ്റു 1/3. എന്താണ്, 1 ഇൻറ്റു 1 1, 3 ഇൻറ്റു 3 9, 1/9. ക്ലിയർ ആയോ? ഇതിനാണ് മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത്. ഇതിന് ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 5/8 ഇൻറ്റു 2/4. ഇപ്പോൾ എന്ത് വരും, 5 ഇൻറ്റു 2 10 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 4 32. ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. വേറെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇൻറ്റു ചെയ്യുക. ഇത് നമുക്ക് വേണമെങ്കിൽ വെട്ടി ചെറുതാക്കാം കേട്ടോ, 2 കൊണ്ട്. അപ്പോൾ 5/32 16 വരും. ഓക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത്, ഞാൻ കുറച്ച് എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്, വേറെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടത് ഫ്രാക്ഷൻസ് നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുക, എങ്ങനെയാണ് മൈനസ് ചെയ്യുക, എങ്ങനെയാണ് ഇൻറ്റു ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് ഏത് മെത്തേഡാണോ എളുപ്പം തോന്നുന്നത് അത് പഠിച്ച് വയ്ക്കുക. അതായത് ന്യൂ റേഷ്യോയും സാക്രിഫൈസ് റേഷ്യോയും നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഇതറിഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.